മറ്റൊന്ന് ഈ തുർക്കിയുമായിട്ടുള്ള ബന്ധം, പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധവും കൂടി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അതായത് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിരിക്കുന്നത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. സൈനിക ഉദ്യോഗസ്ഥ തന്നെ വ്യക്തമാക്കുന്നത് കേൾക്കാം. എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആക്രമണം, അത് തുർക്കി ഉപയോഗിച്ച ഡ്രോണുകളാണ്, എത്ര ഡ്രോണുകൾ വന്നു എന്നതൊക്കെ. Preliminary reports suggest them to be of Aziz Guard Songa drone of Turkey. Later in the night, an armed UAV of Pakistan attempted to target Bhatinda military station, which was detected and neutralized. In response to the Pakistani attack, armed drones were launched at 4 air defense sites in Pakistan. One of the drones was able to destroy an AD radar. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, തുർക്കി നേരത്തെ തന്നെ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയതാണ്. പാകിസ്ഥാൻ ഏതൊക്കെ നിലയിൽ സൈനിക സഹായമൊക്കെ തുർക്കി നൽകുന്നുണ്ട് എന്ന് ഏറെക്കുറെ വിവരങ്ങൾ പുറത്തുള്ളതാണ്. ആ തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചാണ്, അതായത് 400ഓളം ഡ്രോണുകളാണ് പറന്നെത്തിയതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡ്രോണുകളെയൊക്കെ ഇന്ത്യ നശിപ്പിക്കുകയും ചെയ്തു. ഡ്രോൺ നല്ലതാണെങ്കിലും അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അത് നശിച്ചു വീഴുക തന്നെ ചെയ്യും. ഏതൊക്കെ നിലയിലാണ് അപ്പോൾ തുർക്കിയുടെ സഹായം കൂടി ഈ ഒരു യുദ്ധഘട്ടത്തിൽ വെളിപ്പെട്ടു വരുന്നത്? ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വ്യോമസേന പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു, ഇന്നലെ ഉപയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിപക്ഷവും തുർക്കിയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. അതായത് തുർക്കിയുടെ അസിസി ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഭൂരിപക്ഷവും. അവയൊക്കെ തന്നെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, ചിലതിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത, മെയ് 8-ാം തീയതി, അതായത് ഇന്നലെ തുർക്കിയിൽ നിന്നുള്ളൊരു കാർഗോ വിമാനം ഇന്നലെ കറാച്ചിയിൽ ലാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫ്ലൈറ്റ് റഡാർ വെച്ചുള്ള നിർദ്ദേശങ്ങളാണ്. ഒരു എയർബസ് A330-24-3F എന്നുള്ള ഒരു വിമാനം, ടൈപ്പ് കോഡ് A332, സീരിയൽ നമ്പർ 4BA9FA എന്നുള്ളൊരു വിമാനം ഇന്നലെ തുർക്കിയിൽ നിന്നും കറാച്ചിയിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. അത് ഈ കാർഗോ, അതായത് ഈ ഡ്രോണുകളാവാം നൽകിയത്, അല്ലെങ്കിൽ ഇത്രത്തോളം 400ഓളം ഡ്രോണുകൾ ഒറ്റയടിക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ നേർക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഘടിതമായ ഒരു നീക്കം തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തുർക്കി തന്നെയാണ് പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്നത്. ചൈനയ്ക്ക് പുറമെ തുർക്കിയും ഇപ്പോൾ പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പങ്കാളിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും തുർക്കിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തുർക്കി നൽകിയ ഡ്രോണുകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചൈന നൽകിയ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പുറമെ ചൈന നൽകിയ മിസൈലുകൾക്ക് പുറമെ തുർക്കിയുടെ ഡ്രോണുകൾ കൂടി ഉപയോഗിച്ചാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്.